ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി സ്പോട്ടുകളാണ്, നല്ല വ്യൂസാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആക്കി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് ഒത്തിരി ദൂരമൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് നടന്നിട്ടാണ് ചെന്നത്. വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനടുത്തായിട്ട് ഒരു അയ്യപ്പൻ കാവുണ്ട്. ആ ക്ഷേത്രത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ അയ്യപ്പൻ കാവിൽ തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. വെള്ളം കാണുമല്ലോ എല്ലാവർക്കും. ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് അയ്യപ്പൻ കാവ് കേട്ടോ. ആ എൻട്രൻസിലൂടെ വന്ന് പിന്നെ ഇവിടെ അയ്യപ്പൻ്റെ കാവിൽ തൊഴുതിട്ടാണ് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ മഴക്കാലത്ത് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത് കാരണം ഞങ്ങൾ നല്ല ക്യാമറയെടുത്ത് മൊബൈലും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ചേട്ടനെയും കൂട്ടി അവിടുത്തോടെ ചെന്നതാണ് കേട്ടോ. ഇതാ കുറച്ച് നല്ല അടിപൊളി വ്യൂസാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് എവിടെ ചെന്നാലും കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതും വീടിനടുത്തൊക്കെ ആകുമ്പോൾ ഇതൊരു അടിപൊളിയല്ലേ. നമ്മളിതൊന്നും കാണുകയില്ല. എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ ഒരു കാഴ്ചയൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കുന്നത് തന്നെ. നല്ലയില്ലേ, എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാവരുടെ വീടുകളുടെ അടുത്തൊക്കെ ഉണ്ടാവുമായിരിക്കും, എന്നാലും ഈ കാഴ്ചകളൊന്നും ഇല്ലാത്ത നാടുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ പകർത്തുന്നത്. ഇതൊക്കെ ചിലവർ വിചാരിക്കും ഇതൊക്കെ എന്താ ഇത്ര കാണാനുള്ളത്, പക്ഷെ അതൊന്നുമല്ല. നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ്. ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെങ്കിലുമൊക്കെ കുളിർന്നൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിതാ ചുമ്മാ അതിലോട്ട് നടന്നിട്ടൊക്കെ കളിക്കുകയാണ്. വഴുതിയോ എന്തോ വഴുക്കൊന്നും വരാനായിട്ടില്ല കേട്ടോ. ഇച്ചിരി വെള്ളമേ ഉള്ളൂ. നല്ല മഴയൊക്കെയാണ്. കണ്ടിന്യൂസ് ഒരു 2-3 ദിവസമൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ ഇതൊന്നുമല്ല കേട്ടോ. നല്ലോണം വെള്ളം കുതിച്ചൊഴുകും. ഇത് എവിടെ വരുന്നതെന്നല്ല, ഇതിന് മുകളിൽ കുറച്ച് മുകളിലായിട്ട് നല്ലൊരു നീരൊഴുക ഉണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് കാണാം. ഇപ്പോൾ ആദ്യം ഞാനിവിടെ വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഫുള്ള് ആയിട്ടൊന്ന് വീഡിയോ എടുത്താണ്. ഇത് നേരെ ചെന്ന് പോകുന്നത് വയലിലോട്ടാണ് കേട്ടോ. ഇതൊരു നേരെ ഒഴുക്കി വിടുന്നത് അങ്ങ് റോഡിലോട്ട് പോയി അങ്ങ് വയലിലോട്ടാണ്. അപ്പോൾ ഇതന്നെ ഞാൻ ചുമ്മാ അതിലോട്ട് മീനെങ്ങാനും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ചുമ്മാ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളിതുപോലെ മീൻ പിടിക്കാറില്ലേ? നിങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ 80s കാലഘട്ടത്തിൽ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതൊന്നും ചെയ്ത് കാണൂല. എന്നുവെച്ചാൽ സ്കൂള് വീട് അതാണല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ ശീലം പറഞ്ഞു. വണ്ടിയിൽ വരും അടങ്ങി. പക്ഷെ പണ്ട് നമ്മൾ അങ്ങനെയൊന്നുമല്ലല്ലോ. മഴയും ചളിയും എല്ലാം നനഞ്ഞും പോയ സമയമൊക്കെ നമ്മളിപ്പോൾ ഓർക്കുകയാണ്. മീനെ കണ്ടുപിടിച്ചു. അയ്യടാ, കണ്ടുപിടിച്ചു. അതിനെ ഞാൻ സൂം ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. പക്ഷെ എല്ലാം എൻ്റെ ക്യാമറ കണ്ടുകൊണ്ടാണെന്നറിയില്ല, ഓടിപ്പോയി. അങ്ങനെ നമ്മൾ നടന്നിട്ട് ഇങ്ങനെ മെല്ലെ മുകളിലോട്ട് പോവാണ് കേട്ടോ. അവിടെയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം കിടക്കുന്നത്. എന്താണെന്നല്ലേ, അത് ഒരു നീരുറവയുണ്ട് പോലും. നമുക്ക് പോകാൻ ഞാനും ചേട്ടനും കൂടെ മെല്ലെ നടന്നിട്ട് പോവുകയാണ്. എന്തായാലും അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാ ഉറവ കണ്ടുപിടിച്ചു. ചേട്ടൻ ലാസ്റ്റ് കണ്ടുപിടിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഉറവ എന്ന് പറഞ്ഞു. ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ നല്ലയില്ലേ, കാണാൻ നല്ലയില്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.